ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണിൽ മോശം തുടക്കത്തിന് ശേഷം ശക്തമായി തിരിച്ചെത്തുകയാണ് മുംബൈ ഇന്ത്യൻസ്. 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഡൽഹി ക്യാപ്റ്റൻസിന്റെ വിജയക്കുതിപ്പിന് പൂട്ടിട്ടപ്പോൾ അവസാന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചു. മുംബൈയുടെ താരനിര എല്ലാ ടീമുകളെക്കാളും ശക്തമാണ്. ബാറ്റിംഗിലും ബൗളിംഗിലും സന്തുലിതമായ താരനിരയെ മുംബൈക്കൊപ്പം കാണാനാകും. എന്നാൽ ഇതിനൊത്ത പ്രകടനം ടീം കാഴ്ചവെക്കുന്നില്ലെന്ന് പറയാം. ഹാർദിക് പാണ്ഡ്യ നയിക്കുന്ന മുംബൈയുടെ താരങ്ങളെല്ലാം ഇപ്പോൾ പതിയെ ഫോം വീണ്ടെടുക്കുന്നുണ്ട്. എന്നാൽ മുംബൈ നിരയിൽ ഏറ്റവും നിരാശപ്പെടുത്തുന്നത് മുൻ നായകൻ രോഹിത് ശർമ്മയാണ്. മുംബൈ 5 തവണ കപ്പിലേക്ക് എത്തിച്ച രോഹിത് ഇതിഹാസ ബാറ്റ്സ്മാൻ കൂടിയാണ്. എന്നാൽ ഇത്തവണ തൊട്ടതെല്ലാം രോഹിത്തിന് പിഴയ്ക്കുകയാണ്. 7 മത്സരങ്ങൾ കഴിയുമ്പോഴും ഒരു മികച്ച പ്രകടനം പോലും നടത്താൻ രോഹിത്തിനാവുന്നില്ല. ഇമ്പാക്ട് പ്ലെയറായി നിലവിൽ ബാറ്റിംഗിൽ മാത്രമാണ് രോഹിത്തിനെ ഉപയോഗിക്കുന്നത്. ഫീൽഡിങ്ങിന് പേരിന് മാത്രമാണ് ഇറക്കുന്നത്. ടീമിന് ബാധ്യതയായി രോഹിത് മാറിയിരിക്കുകയാണ്. രോഹിത്തിനെ മാറ്റി നിർത്തിയാൽ അത് വലിയ ആരാധക വിമർശനത്തിന് വഴിവെക്കുമെന്നതിനാലാണ് ഇത്തരം ഒരു മാറ്റത്തിന് മുംബൈ തയ്യാറാവാത്തത്. ഇപ്പോഴിതാ രോഹിത് സ്വന്തം വില കളയുകയാണെന്ന് അഭിപ്രായപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് വീരേന്ദ്ര സേവാഗ്. രോഹിത് ശർമ്മ സ്വയം വില കളയുന്ന രീതിയിലാണ് ഇപ്പോൾ കളിക്കുന്നതെന്നാണ് സേവാഗ് പറയുന്നത്.